ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാക്രോണി കൊണ്ടുള്ള റെസിപ്പി. അത് വെറുമല്ല, മാക്രോണി പായസം എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ്, കറക്റ്റ് മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലോട്ടിട്ട് എടുത്തതിന് ശേഷം നല്ലോണം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫൈൻ പൗഡർ ആയിട്ട് അല്ലെങ്കിൽ പൊടിച്ച് നല്ലോണം പൊടിച്ചൊന്നും എടുക്കേണ്ട കേട്ടോ. ഇതാ നമ്മുടെ പാലട ഇല്ലേ, ഏകദേശം അതേ സെയിം രീതിക്ക് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും മതി, നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഒരു പാൻ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇത് നല്ലോണം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ഈ കാരമലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതേ ഒരു കളറൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കറക്റ്റായിട്ട് നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് നമ്മൾ ഇത് എന്താണ് മാക്രോണി പായസമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും വിചാരിക്കും നല്ലൊരു പാലട പായസം കിട്ടി എന്ന് മാത്രമേ എല്ലാവരും വിചാരിക്കൂ കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പറഞ്ഞില്ലേ, ഏകദേശം നല്ലൊരു പാലട പ്രഥമൻ്റെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നല്ലോണം കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലോണം നമുക്കതൊന്ന് മെൽറ്റാക്കി എടുക്കാമേ. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഏകദേശം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പാലൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് റെഡിയായിട്ട് വരുവേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മധുരം ആഡ് ചെയ്യാം കേട്ടോ. പാലെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കാമേ. അതും കൂടി ആഡ് ചെയ്ത് കൈവിടാതെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, പാലട പ്രഥമൻ നമ്മൾ നല്ല കുറുക്കിയെടുത്തല്ലേ ഉപയോഗിക്കാറ്. അപ്പം അതേപോലെ നമുക്ക് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. പിന്നെ എൻ്റെ ചാനലിൽ മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പീസാണ് ഇട്ടിട്ടുള്ളത്. നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് സമയലാഭത്തോടു കൂടി വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുകയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പോൾ അതേപോലത്തുള്ള റെസിപ്പീസാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കയറിക്കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാ പായസമൊക്കെ നല്ലോണം ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് മതി, മാറ്റി വെക്കാം. ഇനി നമുക്ക് തണുക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ അതോടെ ഈ പരുവത്തിൽ തന്നെ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് താളിച്ചൊഴിച്ചാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് റെഡിയാക്കി ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് തേങ്ങ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലേക്ക് കാശ്മീർ കിസ്മിസും കാഷ്യൂ നട്ടും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് റെഡിയാക്കി എടുത്തു. ഇതാ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കിസ്മിസും കാഷ്യൂ നട്ടും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, പായസമൊക്കെ നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ബോളിയും കൂടെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നമുക്ക് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പായസമാണ്. അപ്പോൾ ഇതാ നമ്മൾ തളിച്ചതെല്ലാം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ല കുറുകിയ പായസമാണെന്ന്. അത്രയും ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.